പിന്നീട് തമിഴ്നാട്ടിലെ ട്രെയിനിങ് കഴിഞ്ഞ് വേദം മടങ്ങിയെത്തുമ്പോഴേക്കും ഗൗരി കുറച്ചുകൂടി വളർന്നു വലുതാവുകയും തരുണും ഗൗരിയുമായുള്ള ബന്ധം ദൃഢമാവുകയും ചെയ്യുകയാണ്. അതിനിടയിൽ തരുണിന് ട്രാൻസ്ഫർ ഓർഡർ വരികയും അവർ പുതിയ സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്യുകയാണ്. അവിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വിരമിക്കുന്ന ആൻഡ്രൂസ് സാറിന് ഗംഭീര യാത്രയപ്പ് നൽകുകയാണ്. അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പലരുടെയും പ്രസംഗം നടക്കുകയാണ്. പിന്നീട് മറുപടി പ്രസംഗത്തിനായി ആൻഡ്രൂസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിക്കാനായി എഴുന്നേറ്റ് വരുമ്പോഴേക്കും ജയിലിലെ അന്തേവാസികളെല്ലാം വലിയ കയ്യടികളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അദ്ദേഹവും പ്രസംഗം തുടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 32 കൊല്ലങ്ങളായി കേരളത്തിലെ പല പല ജയിലുകളിലായിരുന്നു എന്റെ ജീവിതം. ജയിൽ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജയിൽ ക്വാർട്ടേഴ്സുകളിൽ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാർട്ടേഴ്സുകൾക്ക് പകരം ഉറങ്ങിയിരുന്നതും ജയിലിൽ തന്നെയാ. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയതെന്ന് എന്റെ ഭാര്യ പലപ്പോഴും പറയും. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ പല തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാഗ്യദോഷം കൊണ്ട് ജയിലിലായവർ, നിരപരാധികളായിരുന്നിട്ടും ശിക്ഷിക്കപ്പെട്ടവർ, മനസ്സിൽ ഒരിക്കൽ പോലും പശ്ചാത്തപിക്കാത്ത ക്രിമിനലുകളെക്കാൾ കൊടിയ മനസ്സുള്ള രാഷ്ട്രീയക്കാർ, മോഷ്ടാക്കൾ, അങ്ങനെ പല തരക്കാർ. പലരും സാഹചര്യം കൊണ്ടും വൈകാരികമായ എടുത്തുചാട്ടം കൊണ്ടുമൊക്കെ തെറ്റിൽ ചെന്നു പെട്ടവരാണ്. ചിലരൊക്കെ കുറ്റകൃത്യം ശീലമാക്കി കൃത്യമായ ഇടവേളകളിൽ ജയിലിൽ നിന്നിറങ്ങി തിരിച്ചു വരുന്നവര്. ഏതു തരത്തിലുള്ള ആളുകളായിരുന്നാലും ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ ഒരേ രീതിയിലെ അവരെ കാണാൻ കഴിയും. സമൂഹത്തിൽ നിന്നും നിയമം മൂലം മാനസിക പരിവർത്തനത്തിനായി മാറ്റി നിർത്തപ്പെട്ടവരാണവർ. ശിക്ഷ എന്ന വാക്കിന് നാം കണക്കാക്കുന്ന അർത്ഥമല്ലാതെ സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം എന്നുകൂടി അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലേക്ക് വരുന്നവർ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വിദ്യാഭ്യാസത്തിന് അയക്കപ്പെടുന്നവരാണെന്ന തോന്നലാണ് ഞാൻ എന്റെ ജീവിതം നയിച്ചിട്ടുള്ളത്. അതിൽ പലരെയും മാനസികമായി പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ കൃതാർത്ഥതയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ മികച്ച വിദ്യാർത്ഥിയാണ് വിക്രം സുധാകരൻ എന്ന് സദസ്സിലിരിക്കുന്ന വിക്രത്തെ ചൂണ്ടി ആൻഡ്രൂ സാർ പറയുകയാണ്. തന്റെ വിധിയെ സ്വയം പഴിച്ചു നിരാശപ്പെട്ടും ജീവിതം തള്ളി നീക്കി വലിയ ഡിപ്രഷനിലേക്ക് പോകുന്നതിന് പകരം ആ ജീവിതത്തെ സർഗാത്മകമായി വിനിയോഗിക്കാൻ വിക്രമിന് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിക്രം സ്വയം പുതുക്കി പണിതു. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ വിക്രമിനെ കാത്തിരിക്കുന്നുണ്ട്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടുകൂടി വിക്രമിനൊരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി വിക്രം സുധാകരനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് സാർ ക്ഷണിക്കുമ്പോഴേക്കും കരഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വിക്രവും സ്റ്റേജിലേക്ക് കയറുകയാണ്. ആൻഡ്രൂ സാറും തന്നെ അണിയിച്ച പൊന്നാട കയ്യിലെടുത്ത് ഇന്ന് ഈ വേദിയിൽ വെച്ച് എന്നെ അണിയിച്ച പൊന്നാട നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ വിക്രമിനെ അണിയിക്കുകയാണ് എന്ന് പറഞ്ഞ് പൊന്നാട അണിയിച്ച് വിക്രമിനെ ചേർത്ത് പിടിക്കുക ആൻഡ്രൂ സാർ. പിന്നീട് ചടങ്ങെല്ലാം കഴിഞ്ഞ് ആൻഡ്രൂ സാർ ചായ എടുക്കുമ്പോഴാണ് ടെൻഷനോടെ നിൽക്കുന്ന വിക്രത്തെ കാണുന്നത്. ഒരു ചായ കൂടി എടുത്ത് അവന്റെ അരികിലേക്ക് ചെന്ന് അവന് കൊടുത്ത്, എന്താടോ ഒരു വിഷമം പോലെ, ഇനി കുറച്ചു കാലം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കട്ടോ എന്ന് ആൻഡ്രൂ സാർ പറയുകയാണ്. അയ്യോ സാറേ, അതുകൊണ്ടല്ല, കാലങ്ങളായി സാർ ഇതിനകത്തല്ലേ, ഇനിയെങ്കിലും സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ജീവിക്കണം സാറേ എന്ന് വിക്രമും പറയുകയാണ്. ഇവിടെയുള്ളപ്പോഴും എനിക്ക് സ്വസ്ഥതയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സ്വസ്ഥത കുറയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിക്രമെന്ന് സാർ പറയുകയാണ്. സാർ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, കാലങ്ങളോളം നീണ്ട ജീവപര്യന്തം പോലെയായിരുന്നു സാറിന്റെ ഈ ജയിൽ ജീവിതമെന്ന് എന്ന് വിക്രം ചോദിക്കുന്നവൾക്ക് അതൊരു രസത്തിന് പറഞ്ഞതാടോ. ഏത് നിമിഷവും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഞാനും നിങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാനേ പാടില്ല. അതെനിക്കറിയാമെന്ന് സാറും പറയുന്നുണ്ട്. വിക്രവും പറയുകയാ, അത് മാത്രമല്ല സാറിന്റെ ജീവിതം സാറ് തിരഞ്ഞെടുത്തതാ. ഈ ജീവിതം അങ്ങനെയല്ലല്ലോ എന്ന്. അത് കേൾക്കെ സാറും, നിന്റെ ജീവിതം അങ്ങനെയല്ലായിരിക്കാം, പക്ഷെ പലരുടെയും പ്രവൃത്തികളാണ് അവരെ ഇങ്ങോട്ട് എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് നേരിട്ട് ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ പരോക്ഷമായി സംഭവിക്കുന്നത് കൂടിയാണ്. നീ പുറത്താണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല, അതാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങൾക്കും ഗുണപരമായ ഒരു വശം കൂടി ഉണ്ടെന്ന്. നമ്മൾ അത് കണ്ടെത്തണമെന്ന് മാത്രം. നീ അത് കണ്ടെത്തി, അതിനി അവസാനിപ്പിക്കാതെ തുടരണം എന്ന് സാറ് പറയേ മനസ്സ് വല്ലാതെ തകരുന്ന നേരത്ത് ഓടി വന്നിങ്ങനെ നിൽക്കാൻ എനിക്കൊരാളില്ലാതെ പോവാ, ആ വിഷമേ ഉള്ളൂ എന്ന് വിക്രവും ടെൻഷനോടെ പറയുന്നുണ്ട്. അവനെ ചേർത്ത് പിടിച്ച ആൻഡ്രൂ സാറും ഇനി അങ്ങനെ ചെന്ന് നിൽക്കാനുള്ളത് സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തന്നെയാ. അതിനു വേണ്ട വിവേകവും പക്വതയും നിനക്കിപ്പോഴുണ്ട്. ഇപ്പൊ നീ നേടിയത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ജീവിതം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഒരിക്കലും ആ തിരി ഇനി അണയാൻ പോകുന്നില്ല. ധൈര്യമായിരിക്കെന്ന് പറഞ്ഞ് സാർ അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും വിക്രം സാറിന്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങുകയാ. സാർ അവനെ പെട്ടെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അവിടെ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് പുതിയ DYSPI ചാർജ് എടുത്ത നരേന്ദ്രൻ എത്തുകയാ. ശങ്കരനാരായണൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. നരേന്ദ്രൻ ഇവിടെ DYSPI ചാർജ് എടുത്ത വിവരം അറിയാമായിരുന്നു. ഒരു കേസിന്റെ കാര്യം സംസാരിക്കണമെന്നും കരുതിയതാ. പക്ഷേ കഴിഞ്ഞ ആഴ്ച മുഴുവൻ യാത്രയും മറ്റുമായി തിരക്കിലായിപ്പോയി എന്ന് ശങ്കരനാരായണൻ പറയേ ഞാനും സാറിനെ വന്ന് കാണണമെന്ന് കരുതിയതായിരുന്നു. പിന്നെ തിരക്ക് കാരണം നടന്നില്ല.
ഇന്നൊരു കാരണം വന്നപ്പോ അപ്പൊ തന്നെ വരാമെന്ന് കരുതിയെന്ന് ഡിവൈഎസ്പിയും പറയുകയാണ്. വൈദവായി ചായ വേണമെങ്കിൽ ഞാൻ തന്നെ ഇടണം, വൈഫ് ഇവിടെ ഇല്ലെന്ന് ശങ്കരനാരായണൻ സാർ പറയുന്നു. വേണ്ട സാർ, വൈഫ് ഇവിടെ പോയി എന്ന് ഡിവൈഎസ്പിയും. അവൾ അമ്മയുടെ കൂടെ ചെന്നൈയിലാ. നരേന്ദ്രൻ എന്താ അടിയന്തരമായി പറയാനുള്ളതെന്ന് പറഞ്ഞത് എന്ന് സാർ ചോദിക്കേ. കുറച്ചു നാളായി ചാലക്കുടി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സ്കാമിന്റെ പുറകെയായിരുന്നു ഞാൻ. വീടില്ലാത്ത വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളില്ലേ, അവരെ കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ്. ചാലക്കുടി കേന്ദ്രീകരിച്ച് ഒരു ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തായിരുന്നു തട്ടിപ്പ്. 2-3 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് 10-15 ലക്ഷം രൂപ മുടക്കി ഈ കമ്പനി വീട് വെച്ച് നൽകും. 40% തുക അവർക്ക് നൽകണം, ബാക്കിയുള്ളത് കമ്പനി മുടക്കും. താക്കോൽ കൈമാറി കഴിഞ്ഞാൽ ബാക്കി 60% തുക 5-10 കൊല്ലം കൊണ്ട് അടച്ചുവീട്ടി വീട് സ്വന്തമാക്കാം. ബാങ്ക് പലിശയും. ആദ്യം കുറച്ച് ആളുകൾ രജിസ്റ്റർ ചെയ്തു. 5-6 വീടുകൾ ഒരുമിച്ച് കൈമാറി. പിന്നീട് അത് വെച്ച് വലിയ പരസ്യമായിരുന്നു. ഏതാണ്ട് 100ഓളം പേർ വീടിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. 10ഓളം കോടി രൂപയുമായി കമ്പനി മുങ്ങി എന്നൊക്കെ ഡിവൈഎസ്പി വിവരിക്കുന്നത് കേൾക്കെ ഫെർണാണ്ടസും അയാളുടെ മോൻ ജോബിയുമല്ലേ. ഫെർണാണ്ടസിനെ താൻ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞിരുന്നുവെന്ന് സാറ് പറയുന്നുണ്ട്. ലിസ്റ്റ് അവിടെയാണ്. അയാളുടെ മകൻ ജോബിയില്ലേ, അയാളുടെ മകൻ സാറുമായി ബന്ധപ്പെട്ടൊരു കേസിലെ സാക്ഷിയായിരുന്നു. വിക്രം സുധാകറിനെതിരെ കൊലക്കുറ്റത്തിന് മൊഴി നൽകിയത് ഇതേ ജോബിയാണ്, പഴയ എസ്റ്റേറ്റ് മാനേജർ. ഇയാണ് കേസിലെ പ്രധാന വഴിത്തിരിവ്. ജോബിയുടെ വീടും ഓഫീസുമെല്ലാം ഞങ്ങൾ കാര്യമായി റെയ്ഡ് ചെയ്തെടുത്തു. അവിടെ നിന്ന് പഴയ കമ്പ്യൂട്ടറുകളും സാധനങ്ങളുമെല്ലാം ഞങ്ങൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് വനം വകുപ്പിന് നഷ്ടമായൊരു ക്യാമറ എന്ന് ഡിവൈഎസ്പി പറയുന്നതുകൾക്ക് മനസ്സിലായില്ല എന്ന് സാർ. കണ്ണീർ മലയിൽ വനം വകുപ്പിന് കീഴിലുള്ള ഭൂമിയിൽ ആദിവാസി ഊരുകളിലേക്ക് പുലികൾ ഇറങ്ങുന്നത് നിരീക്ഷിക്കാൻ ക്യാമറ വെച്ചിരുന്നു. അതിലൊരു ക്യാമറ അന്ന് മിസ്സായിരുന്നു. ആരും അതന്ന് അത്ര കാര്യമായിട്ട് എടുത്തില്ല, എഴുതി തള്ളിവിട്ടു. പക്ഷേ ആ ക്യാമറ ഇരുന്നിരുന്നത് വിക്രം സുധാകരൻ ചന്ദ്രശേഖരനെ കൊല്ലപ്പെടുത്തിയിടത്തായിരുന്നു. അന്ന് അവിടെ നിന്ന് മാറ്റിയ ക്യാമറയിലെ ചിപ്പിൽ വിഷ്വൽസ് ഇപ്പോഴും വ്യക്തമായിട്ടുണ്ട് എന്ന് ഡിവൈഎസ്പി പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ ഈസി ട്രൂ എന്ന് സാറും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ലാബിലെ പരിശോധനയ്ക്കിടയിൽ വിഷയവുമായി ബന്ധമില്ലാത്ത വിഷ്വൽസ് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയതായിരുന്നു. ആ തട്ടിപ്പിന് മുമ്പ് ഇവർക്ക് വനം കൊള്ളയായിരുന്നോ ജോലി എന്ന ലാബ് അസിസ്റ്റന്റിന്റെ ചോദ്യമാണ് എന്നെ അത് നോക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട്. അപ്പോ അന്നത്തെ ആ സംഭവത്തിനു ശേഷം ക്യാമറ ഇവിടെ ഉള്ളതുകൊണ്ട് ജോബിയും കൂട്ടരും ചേർന്ന് അതെവിടുന്ന് മാറ്റിയിരിക്കണമല്ലേ എന്ന് സാറും ചോദിക്കുക. അതെ, മറ്റാരുടെയും കയ്യിൽ പെടാതിരിക്കാൻ അത് ജോബിയുടെ വീട്ടിൽ സൂക്ഷിച്ചു കാണും. കാലം അയാളെ ഇങ്ങനെ ഒരു ക്യാമറയിൽ കുടുക്കിലാക്കുമെന്ന് അയാളും വിചാരിച്ചു കാണില്ല എന്ന് ഡിവൈഎസ്പി പറയേ. എന്നിട്ട് താനത് റിപ്പോർട്ട് ചെയ്തോ എന്ന് സാറും ചോദിക്കും. ഇല്ല, സെൻസേഷണൽ കേസായതുകൊണ്ടും മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടും ഞാനത് മാറ്റിവെച്ചുവെന്ന് ഡിവൈഎസ്പി പറയേ. ഇപ്പോ എവിടെ ഉണ്ടത് എന്ന് സാറും ചോദിക്കും. സുരക്ഷിതമാണെന്ന് നരേന്ദ്രൻ പറയേ. എനിക്കത് വേണം, അത് വെച്ച് എനിക്കൊരു കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് സാർ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതാണ് നേരിട്ട് വന്നതെന്ന് പറഞ്ഞ് നരേന്ദ്രൻ എഴുന്നേൽക്കുകയാ. ഷെയ്ക്കാൻഡ് നൽകി ശങ്കരനാരായണൻ താങ്ക്സ് പറയുമ്പോഴേക്കും നരേന്ദ്രനും അവിടെ നിറങ്ങുകയാ. പിന്നീട് ജയിലിൽ വിക്രത്തെ കാണാൻ എത്തുകയാണ് ശങ്കരനാരായണൻ. സാർ അവനൊരു ഫോം നൽകുമ്പോഴേക്കും എന്താ ഇതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ പെറ്റീഷൻ ചെയ്യാൻ പോവുക എന്ന് സാർ പറയുന്നതുകൾക്ക് എന്തിനെന്ന് വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട്. വിക്രത്തിന്റെ കേസ് വീണ്ടും വിചാരണയ്ക്കെടുക്കാൻ എന്ന് സാറ് പറയേ. ഒരിക്കൽ എല്ലാം കഴിഞ്ഞ് അവസാനിച്ച കേസല്ലേ ഇത് എന്ന് വിക്രവും ചോദിക്കുക. എത്രയോ കേസുകളിൽ തെളിവുകൾ കാലങ്ങൾക്കു ശേഷം പൊന്തി വന്നിട്ടുണ്ട്. ഈ കേസിലും വിക്രമിന് അനുകൂലമായൊരു തെളിവ് ലഭിക്കാൻ കാലങ്ങൾ എടുത്തുവെന്ന് കരുതിയാൽ മതി. ഇത്തവണ നമ്മൾ കേസ് ജയിക്കും. ഒരു പുതിയ ട്രയലിന് ഹൈക്കോടതി സെഷൻ കോടതിയോട് ആവശ്യപ്പെടും. എനിക്ക് ഉറപ്പുണ്ടെന്ന് സാറും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ച് പലതവണ തോറ്റുപോയതല്ലേ, ഇനി അത് വേണോ എന്ന് വിക്രവും ചോദിക്കുക. വേണം, ഇത് ജയിക്കാനുള്ള യുദ്ധമാ. ഒപ്പിടെന്ന് പറഞ്ഞ് അദ്ദേഹം പേന നൽകുമ്പോഴേക്കും വിക്രം അതിൽ സൈൻ ചെയ്യുക. ഇത്രയും നാളും അകത്ത് കിടന്നിട്ടും നീ തോറ്റുപോയോ? ഇല്ലല്ലോ. അകത്ത് കിടന്നാലും പലതും നേടാൻ കഴിയുമെന്ന് നീ തെളിയിച്ചു കാണിച്ചില്ല. ഇനി പുറത്തിറങ്ങാനുള്ള സമയമാണ്. മറ്റൊരു ലോകം നിന്നെ കാത്ത് പുറത്തുണ്ട് എന്ന് സാറ് പറയുന്നതുകൾക്ക് ആ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവും. ഈ കാലം മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടെത്താനായോ? അതോ അറിഞ്ഞിട്ടും നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നതാണോ എന്നൊക്കെ വിക്രം ചോദിക്കുന്നതുകൾക്ക് അന്ന് മസൂറിയിൽ ചെന്ന് വേദയെ മീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ശങ്കരനാരായണൻ ഓർത്തെടുക്കുകയാണ്. എനിക്ക് പറയാനുണ്ടെങ്കിൽ കുറെ പറയണം അച്ഛൻ. ഞാൻ എന്തു പറഞ്ഞാലും അച്ഛന് തൃപ്തിയാവില്ല. ഒരു 100 ചോദ്യങ്ങൾ അച്ഛൻ അതിനെപ്പറ്റി ചോദിക്കാനുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാത്തിനും ഉത്തരം പറയാൻ എനിക്കാവില്ല. ഒരിക്കൽ ഞാൻ വിശദമാക്കാം എന്നൊക്കെ വേദ പറഞ്ഞതോർത്ത് ആലോചനയിൽ നിൽക്കുന്ന സാറിനെ കണ്ട് അച്ഛൻ എന്തോന്നും പറയാത്തത്? വേദ എവിടെയാ എന്ന് വിക്രം ചോദിക്കുക. അറിയില്ല, ഇത്രയും കാലം അവൾ എന്നെ തേടി വന്നിട്ടില്ല. പക്ഷേ നീ പുറത്തിറങ്ങിയെന്നറിഞ്ഞ അവള് വരാതിരിക്കില്ല, ഉറപ്പ് എന്ന് സാറും പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അന്വേഷിച്ചില്ലെന്ന് കള്ളം പറയരുത്. പലപ്പോഴും ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോ ഞാൻ പുറത്തിറങ്ങുമെന്ന് അച്ഛൻ ഉറപ്പ് പറയുമ്പോൾ എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം. അവളെ പറ്റി എന്തെങ്കിലും വിവരം നിങ്ങൾക്കറിയാമോ എന്ന് വിക്രം വീണ്ടും ചോദിക്കെ ഇപ്പോഴൊന്നും അറിയില്ല. പക്ഷേ നീ പുറത്തിറങ്ങുന്നതോടെ അവൾ ഈ ഒളിമറ അവസാനിപ്പിക്കും. ഉറപ്പെന്ന് അവന് വാക്ക് നൽകി. വിക്രത്തിന്റെ കയ്യിൽ നിന്ന് ആ ഫോമും വാങ്ങി യാത്ര പറഞ്ഞിറങ്ങുകയാ ശങ്കരനാരായണൻ. തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയ തരുൺ ഡ്യൂട്ടിക്കായി എത്തുകയാണ്. തന്റെ കീഴിലുള്ള പോലീസുകാരോടെല്ലാം കുശലാന്വേഷണം നടത്തിയാണ് അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് കയറുന്നത്. ആള് തന്നെ മാറിപ്പോയെന്നും ഡൽഹിയിലെ ടെറർ ആയിരുന്നുവെന്ന് ആരും കണ്ടാ പറയില്ലെന്നും പുലിയായിരുന്ന ഒരാൾ എലിയായി മാറിയുമെന്നൊക്കെ അവർ പരസ്പരം ചിരിയോടെ പറയുകയാണ്. അപ്പോഴേക്കും പോലീസുകാരനായ മാത്യൂസ് തരുണിന്റെ അരികിലേക്ക് ചെന്ന് അവർ വന്നിട്ടുണ്ട്, കതിരേശനും ശരവണനും എന്ന് പറയുകയാണ്. വരാൻ പറയൂ എന്ന് തരുൺ പറയുമ്പോഴേക്കും ശരി സാർ എന്ന് പറഞ്ഞ മാത്യൂസ് പോവാൻ തുടങ്ങുകയാണ്. മാത്യു അതിൽ 2 പേരെ മാത്രം അകത്തേക്ക് കയറ്റി വിട്ടാൽ മതിയെന്ന് തരുൺ പറയും. ഓക്കെ സാർ വിളിക്കാമെന്ന് പറഞ്ഞ മാത്യൂസ് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. കതിരേശനും ശരവണനും അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും തരുൺ അവരെ സ്വീകരിച്ച് ഇരിക്കാനായി പറയുകയാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് തമിഴിൽ ചോദിച്ച് തരുൺ എഴുന്നേറ്റ് ചെന്ന് അണ്ണാച്ചി മലയാളത്തിൽ പറഞ്ഞാൽ തെരിയുമല്ലേ, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ പറ്റിയൊക്കെ എനിക്കറിയാം. തേവരെ എൻകൗണ്ടർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? 9 പേരെ ഒറ്റയ്ക്ക് നേരിടുന്നതിലും ഈസി തലപ്പത്തിരിക്കുന്നയാളെ ഒറ്റയടിക്ക് തീർക്കുന്നതാ. ഇനിയും പഞ്ചായത്ത് പ്രസിഡന്റായി മുരുകേശൻ തന്നെ തുടരും. അവരെ തെരഞ്ഞെടുത്തത് തേവരും തേവരുടെ കുടുംബക്കാരും ഒന്നുമല്ല, ജനങ്ങളാ. മനസ്സിലായോ എന്ന് ചോദിച്ച് മാത്യുവിനെ അങ്ങോട്ട് വിളിച്ച് മാത്യു കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്, കർശനമായ പോലീസ് ഇടപെടൽ ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശം നൽകി അവരെ പറഞ്ഞയക്കുകയും അവർ പോയി കഴിയുമ്പോഴേക്കും മാത്യൂസ് വീണ്ടും പറയുന്നുണ്ട് സാർ ഇപ്പൊ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ആ ദേവരാജില്ലേ കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ എന്ന് മാത്യു ചോദിക്കേ ആ നാർക്കോട്ടിക് കേസല്ലേ എന്ന് തരുണും ചോദിക്കുക. അതെ, അയാള് രഹസ്യമായി ചരക്കിറക്കിയിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്യൂസ് പറയുന്നതുകൾക്ക് എവിടെ എന്ന് തരുണും ചോദിക്കും. സാർ എക്സൈസിനാണ് വിവരം കിട്ടിയിട്ടുള്ളത്. റെയ്ഡിനുള്ള അനുമതി തേടിയവർ ഡെപ്യൂട്ടി കളക്ടറെ സമീപിച്ചു. സാങ്ഷൻ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തതിനു ശേഷം സബ് കളക്ടറും അവരുടെ കൂടെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് എന്ന് മാത്യൂസ് പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ വാട്ട് എന്ന് തരുണും ചോദിക്കുന്നു. അതെ സാർ, മാഡം ഈസ് ഓൺ ഡ്യൂട്ടി എന്ന് മാത്യൂസ് പറയുന്നതുകൾക്ക് ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് തരുൺ.